ആഹാ, അങ്ങനെ പോയാലോ. പറയുന്നത് മുഴുവൻ ഞങ്ങൾക്ക് എന്ത് പിഴവ് സംഭവിച്ചു എന്നാ. പിഴവുകളെ സംഭവിച്ചിട്ടുള്ളൂ. ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. അല്ല, നമ്മക്കാണോ കത്രിക വയറിൽ കുടുങ്ങിയ നമ്മളാണോ അല്ലെങ്കിൽ പിഴവുകാര്? മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഡോക്ടേഴ്സിന് പിഴവില്ലാന്ന്. പിന്നെ ആർക്കാ ഇവരെ വിശ്വസിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയ നമ്മക്കാണോ പിഴവ് സംഭവിച്ചത്? മുതലാളി, ഇത്രയും വലിയ ഒരു ദുരിതം സംഭവിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാനാവാതെ ഞങ്ങൾ എല്ലാ ഇടപെടലുകളും നടത്തി. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ഞങ്ങളെല്ലാം അങ്ങനെ പൂർത്തിയാക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന മനുഷ്യരൊക്കെ മണ്ടന്മാരാണ് എന്നാണോ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ വിചാരിച്ചിരിക്കുന്നത്? ഫോൺ ചെയ്യാൻ പറ്റില്ല, പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. അപ്പോൾ ഇതിനൊരു പരിഹാരമാവാതെ എന്തായാലും നമ്മൾ പുറകോട്ടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ ഒരു ദുരുദ്ദേശവും ഇല്ല. നമ്മളെ പ്രശ്നത്തിനൊരു പരിഹാരം ആയേ പറ്റൂ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് എന്ന് അത്രേ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത്. രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല. ഇൻഷാ അല്ലാഹ്. അതേ സെയിം സമാന അവസ്ഥയിൽ ഒരാൾ ഇതാ ഇപ്പം വന്നു. ഇതൊക്കെ കുടുങ്ങിയ സമയത്ത് ഏത് ഗവൺമെന്റ് ഭരിച്ചു എന്നുള്ളതാണോ ഇതിനൊക്കെ പറയുന്ന ന്യായം? ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർ ഓരോ വർഷം പറഞ്ഞിട്ട് UDF LDF എന്നൊക്കെ പറയുന്നു. ഇത് സംഭവിച്ച സമയത്ത് അല്ലെങ്കിൽ ഇത് പുറത്ത് വന്ന സമയത്ത് ഇപ്പം ഭരണത്തിലിരിക്കുന്ന ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ലേ? 100% ഞാൻ യോജിക്കുന്നു. അല്ലാതെ ഇത് കത്രിക കുടുങ്ങിയത് ഏതോ UDFന്റെ കാലത്താണ്, അതുകൊണ്ട് ഇനി അടുത്ത UDF വന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാന്നാണോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ UDF LDF അല്ലല്ലോ, ഇവിടെ മനുഷ്യ ജീവനാണ്. മനുഷ്യർക്കാണ് വില. നമ്മളെ വോട്ട് വാങ്ങാൻ നേരത്ത് മാത്രമാണോ ഈ ഒരു ജനങ്ങൾക്ക് വില ഉള്ളൂ? എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങ് കസേരയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ കളിയാണോ? ഇവളാള് കൊള്ളാമല്ലോ. അങ്ങനെ ഇനി അവർ പാർട്ടി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന് ഇത്രയും കാലം ഞാൻ LDF അനുഭാവി. എൻ്റെ വീട്ടിലും എല്ലാവരും LDFന്റെ ആളുകളാ. അതൊന്നും അല്ല, ഇത് ഞങ്ങൾ ചെയ്യൂല എന്നുള്ള ഒരു അവഗണിക്കുക, മനഃപൂർവ്വം അവഗണിച്ചിട്ട് ഞങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പൊടിയിടുമ്പോൾ ജനങ്ങളൊക്കെ വിശ്വസിച്ച് മണ്ടന്മാരായി നിന്നോളൂ എന്നുള്ള ഒരു അഹങ്കാരം. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോകം. അത് തന്നെ. എന്തായാലും ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ പുറകോട്ട് പോകില്ല. ഇതിന് മരണം കൊണ്ട് പരിഹാരമാണ്. അങ്ങനെ അത്രയും അവിടെ വരെ പോകാൻ തന്നെയാണ് തീരുമാനം. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. രാവിട്ടാ ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നത് പോയി.